ഹലോ കുട്ടികളെ, കൊച്ചിയിലെ വ്യത്യസ്തമായിട്ടുള്ള 3 സ്പോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് പുതുവൈപ്പിൻ ബീച്ച്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ചിൻ്റെ പ്രൗഢിയും അതുപോലെ തന്നെ ദൂരെ ഷിപ്പിൽ കടലിലൂടെ യാത്ര പോകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നേരെ പോയത് ഞാറക്ക ബീച്ചിലേക്കാണ്. പുതുവൈപ്പിൻ ബീച്ചിനോട് തൊട്ടടുത്തുള്ള ബീച്ചാണ് ഞാറക്ക ബീച്ച്. കടൽഭിത്തി ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഈ ഒരു വ്യൂ ആണ് ട്ടോ. ഇവിടെ ധാരാളം കാറ്റാടി പ്ലാന്റ്സുകൾ ഇങ്ങനെ ഉടനീളം നീണ്ട് കിടക്കുകയാണ്. ഇവിടുത്തെ കാറ്റാടി പ്ലാന്റ്സിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇങ്ങനെ മണൽത്തരികളോട് മുട്ടിമുട്ടിയാണ് ഉള്ള രീതിയിലാട്ടോ നിൽക്കുന്നത്. പിന്നെ എവിടെ ചെന്നാലും ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങുന്നത് ഒരു ശീലമായതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം ഇറങ്ങി. ഇവിടെ ധാരാളം കക്ക സാന്നിധ്യം കാണാനായിട്ട് സാധിക്കും. കാറ്റാടി പ്ലാന്റ്സുകൾ ഇങ്ങനെ നീണ്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നോട്ടെ. നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ്. മഴ വരുന്ന ഒരു ഇനി ടൈം കൂടിയാണ് ബീച്ചിന്റെ കേട്ടോ. സൗന്ദര്യം ആസ്വദിച്ച് നിങ്ങൾ മടുത്തോ എങ്കിൽ നേരെ വിട്ടോളൂ പെടല എന്ന് പറയുന്ന അതിമനോഹരമായ സ്ഥലത്തേക്ക്. ഇവിടെ കയാക്കിങ്ങിനൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. ഇവിടെ ധാരാളം ചെമ്മീൻ കൃഷികളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു ഫാം ഹൗസ് പോലെയാണ് ട്ടോ. അതിൻ്റെ അകത്ത് ഫുഡിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ പെടല ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് തന്നെ ഈ വ്യൂ എല്ലാം ആസ്വദിക്കാം എന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ് കേട്ടോ. ഇതിന് തൊട്ടടുത്താണ് കടമക്കുടി എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടെ ധാരാളം ദേശാടന കിളികൾ വന്നു പോകുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ പെടല ബ്രിഡ്ജ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്ററിനടുത്തോളം ലെങ്ത് ഉണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇതിന്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി മഴ പെയ്താലോ വൈബ് വേറൊരു ലെവലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.